വൈദിക ചിന്തയിൽ ചിരിക്കുന്ന മുഖങ്ങളെ ഓർമ്മ വരുമോ? അത് ഒരു കൂട്ടം കാണികൾക്ക് രസം പകരുമെന്ന് കൂട്ടിച്ചേർത്തത് എന്തുകൊണ്ടാകും? ജീവിതത്തിൽ നിന്ന് ജീവൻ വെടിഞ്ഞു പോകുന്നവരെ പ്രാർത്ഥനയോടെ എന്നും ഓർക്കാൻ അക്ഷരജാലം തീർത്തത് ആരാണ്? സുറിയാനി മരണ ശുശ്രൂഷകളിൽ ക്രിസ്തീയ പ്രാർത്ഥനകളെ മലയാളത്തിൽ എഴുതി ചേർത്ത അക്ഷരജ്ഞാനമുഖം ആരുടേതാണ്? ഫാദർ ആബേൽ എന്ന PA മാത്യുവിൻ്റെ ജീവിത വരികളാണ് ഇതിൻ്റെ ആമുഖം. ഇത് ചരിത്രമാണ്. എഴുതി ചേർത്ത് ചരിത്രത്തിലേക്ക് നടന്നുപോയ ഒരു വൈദികൻ്റെ ജീവിതം. ചരിത്ര ജീവിതത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. മുളക്കുളം പെരിയപുറം എന്ന വീട്ടിൽ മാത്തൻ വൈദ്യൻ്റെയും ഏല്യാമ്മ എന്ന കുഞ്ഞലച്ചിയുടെയും അഞ്ചാമനായി 1919 ജനുവരി 20 ആ പാതിരി ജനിക്കുന്നത്. പ്രാഥമിക പഠനകാലം കഴിഞ്ഞ് മാന്നാനം, തേവര, കൂനമാവ് എന്നീ ക്രിസ്തീയ ബിരുദാനന്തര സെമിനാരികളിൽ പഠിച്ച് അവിടെ നിന്ന് മംഗലാപുരത്തെത്തിയാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത്. അവിടെ നിന്നാണ് അച്ഛൻ റോമിലേക്ക് പോകുന്നത്. ഈ വൈദേശിക ദൈവ ശുശ്രൂഷ പഠനകാലത്ത് പൊളിറ്റിക്കൽ സയൻസിലും പത്രപ്രവർത്തനത്തിലും ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. ഇവിടെ ആബേൽ അച്ഛനെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പ്രധാനമാണ് സുറിയാനി ഭാഷയിൽ കേരളത്തിൽ പിന്തുടർന്നിരുന്ന പ്രാർത്ഥനാ ഭാഷയെ പൂർണ്ണമായും മലയാളമാക്കണമെന്ന നിയോഗം. ക്രിസ്തീയ വിശ്വാസികളിൽ എത്ര പേർക്ക് ഇതറിയാം എന്നത് കൗതുകം മാത്രമല്ല, സഭ പുലർത്തേണ്ട ചില ഉത്തരവാദിത്വങ്ങളുടെ പരിമിതി കൂടിയെന്ന് വ്യക്തമാണ്. ഇതിൽ മരണത്തിന് മുൻപും ആബേലച്ചന് പരിഭവമില്ലായിരുന്നു. പരാതി ആ ശ്രേഷ്ഠ കഴിവിന് സാക്ഷികളായ കുടുംബവും സൗഹൃദങ്ങളും മാത്രമാണ്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വിടവാങ്ങൽ കീർത്തനമായി ഇന്നും പാടി തീർക്കുന്ന വരികളിൽ ജീവിച്ചിരിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുന്ന വരികൾ കുറിച്ചിട്ടത് തൻ്റെ നിയോഗവും മുന്നിൽ കണ്ടാവാമെന്നത് ഒരു അർത്ഥശേഷിപ്പാണ്. ക്രിസ്തീയ വിശ്വാസ ലോകത്തിന് സ്വയം പ്രാർത്ഥനകൾക്കും അൾത്താര കൂദാശകൾക്കും ആത്മീയ ഗാനങ്ങൾ സൃഷ്ടിച്ച ആബേലച്ചൻ്റെ ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് കൊച്ചിൻ കലാഭവൻ എന്ന ലോകപ്രശസ്തമായ കലാലോകത്തിന് പിറവി നൽകിയത്. കേരളത്തിലെ ദീപിക പത്രത്തിൻ്റെ മുഖ്യ നേതൃത്വത്തിലിരിക്കുമ്പോൾ ആബേലച്ചൻ തുടങ്ങിവെച്ച പങ്ക്തിയാണ് ബാലലോകം എന്നുള്ളത്. പ്രധാനി കൊച്ചേട്ടൻ എന്ന അച്ഛൻ തന്നെയായിരുന്നു. ബാലലോകത്തിൽ കുട്ടികളോട് സംസാരിക്കുന്ന ജ്യേഷ്ഠസ്ഥാനമുള്ള കഥാരൂപമാണ് കൊച്ചേട്ടൻ എന്ന ബൈലൈനിൽ ആബേലച്ചൻ അവതരിപ്പിച്ചത്. അന്ന് കുട്ടികൾ ഉൾപ്പെട്ട കോറസ് ഗ്രൂപ്പുകൾക്ക് നേതൃത്വമുണ്ടായിരുന്നത് KA ആന്റണി എന്ന സംഗീത സംവിധായകനായിരുന്നു. എറണാകുളം ബ്രോഡ്വേയിലെ ചെറിയ മുറിയിൽ ഒരു കലാപഠന കേന്ദ്രം തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അന്ന്. അന്നത്തെ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നെത്തിയ KJ യേശുദാസിൻ്റെ സഹായവുമുണ്ടായി. അദ്ദേഹമാണ് കലാഭവൻ എന്ന പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ തുടങ്ങിവെച്ച കലാസബര്യ വളർന്ന കൊച്ചിൻ കലാഭവനായി മാറി. ഓരോ ചുവടിലും ജനങ്ങളെ ചേർത്ത് നിർത്തിയ സ്ഥാപനം മിമിക്സ് പരേഡ് എന്ന പേരിൽ എവിടെയും ക്ഷണിതാക്കളായി. ജാതിമത വേലിക്കെട്ടുകളെ അവഗണിച്ച ക്ഷേത്രങ്ങളും പള്ളികളും നിരന്തരം അവരുടെ ആസ്വാദകരായി. കലാഭവനിൽ കലാകാരന്മാരും ഇതേ വേലിക്കെട്ടുകൾ തകർത്തവരാണ്. ഇവരിൽ ലാലും സിദ്ദിഖും സംവിധാന ജോഡികളായി മലയാളത്തിൽ തിളങ്ങിയവർ. മിമിക്രി താരങ്ങളായിരുന്ന അൻസാറും നടനായിരുന്ന ജയറാമും പ്രശസ്തി ഉയർത്തിയവരാണ്. KS പ്രസാദ് എന്ന് പറയുന്ന മിമിക്രി കലാകാരനായിരുന്നു കുറേ കാലം കലാഭവൻ്റെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് കലാകാരന്മാർ സൃഷ്ടിച്ച ഫാദർ ആബേൽ ജീവൻ വെടിയുന്നത് 2001 ജൂൺ 27 ഒരു സ്വാഭാവിക മരണത്തിലേക്ക് നടന്നുപോയ ആബേലച്ചൻ അതേ മരണത്തിൻ്റെ അകമ്പടി ഗാനം ഏറ്റുവാങ്ങി. വിശിഷ്ട ബഹുമതി എന്ന കലാലോകത്തിൻ്റെ കിരീടത്തിന് എല്ലാ കാലവും അർഹനാണ് ഫാദർ ആബേൽ. സൽകൃത്യങ്ങൾ ചെയ്യുക നാം അലസത കൂടാതെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ദിവസവും. നമസ്കാരം.